ഒരു കിടക്കാച്ചിലേക്ക് വയ്യ കൊറേ ദിവസമായി ക്യാമറ ഒക്കെ എടുത്തിട്ട് സ്വാഗതം. എന്താണ് ക്യാമറിന്റെ ലെൻസ് വരുമ്പോ കുഞ്ഞോ ഞാൻ വീഡിയോ നോക്കുമ്പോണ്ട് എറുണ്ടിങ്ങനെ പോകുന്നു. എന്ത് എന്റെ പാസ്പോർട്ടാണ്, ഇതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നോക്കിയാ ഒരു മാതിരി എന്താ പറയാ കള്ളനെ പോലെ ഉണ്ട്, പോലീസുകാർ പിടിച്ച കള്ളനെ പോലെ ഗൈസ്. എന്ത് സീനാ നോക്കിയാ. ഓക്കെ, ഇത് ഡബിൾ പ്രസ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫുൾ അടയും ഗൈസ്. ഐ നോ ഗൈസ്, നമ്മളെ ഗിവ് അവേ വിന്നറിനെ നമ്മൾ പറയും, നമ്മൾ ഇതാക്കണ ഇന്ന് ഈ വീഡിയോ എന്തായാലും കുഞ്ഞുങ്ങളോടും വന്നിട്ട് നമ്മൾ ഗിവ് അവേ വിന്നർ എന്തായാലും കുറെ പേര് പറയുന്നുണ്ട് വിന്നറെ കിട്ടില്ല. ആക്ച്വലി അത് കഴിഞ്ഞതിന് ശേഷം മര്യാദക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഗൈസ്, മൊത്തത്തിൽ തിരക്കായി പോയി. നമ്മളെ കുഞ്ഞിതാ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ 55 ഇഞ്ചിന്റെ ടിവിന്റെ വിന്നറെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എനി ഗസസ്? നമുക്ക് മെയിലാണ് അയച്ചത്. സോ ആ മെയിലിൽ നിന്ന് നമ്മൾ റാൻഡംലി ഒരു മെയിൽ അങ്ങ് സെലക്ട് ചെയ്തു. സോ നമ്മളുടെ ആളെ പേര് ഞാൻ അവിടെ കൊടുക്കട്ടോ, അഭിലാഷ് PK. അവൻ അയച്ചെന്താ വെച്ചാല് ഗിവ് അവേ കോഡ് UD55L എന്നൊരു കോഡാണ്. ആ കോഡായിരുന്നു നമ്മളെ വീഡിയോയിൽ മുഴുവനായിട്ടും കൊടുത്തിരുന്നത്, പല പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. എനിക്ക് കിട്ടോ TV എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഇട്ടിട്ടുണ്ട്. സോ മച്ചാന ഞാനിപ്പോ ഇതാക്കണം ഈ മെയിലിന് ഇനി റിപ്ലൈ കൊടുക്കും, അവൻ അഡ്രസ് ഒക്കെ അയച്ചു തരും, അതിനുശേഷം നമ്മൾ TV അവൻ അയച്ചു കൊടുക്കും. സോ കൺഗ്രാറ്റുലേഷൻ ബാഡേ. നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. നമുക്ക് ഇടാനൊന്നും ഇല്ല, കഷ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് നല്ലൊരു ഫോട്ടോ ഷൂട്ട്. ആദ്യം തന്നെ H&Mലേക്കാണ് വന്നത്. കുഞ്ഞാറുപാട് ഇന്ന് നല്ല വെയിലാണ് കമന്റ് താഴത്ത് ഡ്യൂഡിന് ഒരു ആക്ടർ പോലെ തോന്നുന്നുണ്ട്, ഒരു സിനിമ ആക്ട്രസിന്റെ. ഓ ഇത് വാങ്ങാം, വീട്ടിൽ നിന്ന് ഈ സാധനം സെറ്റ് ആണോ? നമുക്കെന്നാ വേറെ വാങ്ങാം. കുഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ളത് എടുത്തോ, ഒരു ഇവിടെയൊക്കെ വേറെ വെറൈറ്റി സാധനങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, ഒന്നും നോക്കണ്ട, ഫുൾ പൈസ ഞാൻ കൊടുക്കണം. ഇനി വീട്ടിലൊക്കെ നല്ല കിടക്കാച്ചി ഡ്രസ്സ് ഇട്ട് നടത്തണം, മനസ്സിലായില്ല? എല്ലാ സ്ഥലത്തും നമ്മൾ കിടക്കാച്ചി ഡ്രസ്സ് ഇട്ട് നടത്തണം. സിമ്പിൾ സാധനങ്ങൾ നോക്കുക. പിന്നെ ഒരു സാരി എടുത്തു, നിനക്ക് നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ കുഴപ്പമില്ല, വേണേൽ കണ്ണട എടുക്കാം. അതിൻ്റെ ഇതാണല്ലോ സാധനം. ഈ കളർ വേണ്ട, നിനക്ക് ഈ കളർ ചേരുന്നില്ല, കുറച്ചുകൂടി ഇങ്ങനത്തെ കളറായിരിക്കും. അതന്നെ ബ്രൗൺ വേണ്ട, ബ്രൗൺ എനിക്ക് ഓൾറെഡി ഉണ്ട്. കുറച്ചുകൂടി യൂണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കാം നമുക്ക്. ഗൈസ്, അപ്പോൾ ഡ്യൂട്ടി ഇതാക്കണം നമ്മളുടെ ഈ ഫിഷ് കട്ടുള്ള പാൻറ് എടുക്കാനാണ്. ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ താഴോട്ട് ഇങ്ങനെ ഇട്ടുണ്ടാവുക, ഒരു ഫിഷിൻ്റെ കട്ട് പോലെയല്ല കുഞ്ഞു. ഓ കറക്റ്റ്, ഒന്നും പറയാനില്ല, ഞാൻ എനിക്ക് വേണ്ടി എടുപ്പിച്ച സാധനം. അതെടുത്തോ, കൊള്ളാം. നിനക്ക് ഇങ്ങനത്തെ ജീൻസ് ഇല്ലല്ലോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതാട്ടോ, നോക്കിയാ ആ പാൻറ് ഇട്ട് വല്യപ്പച്ചിന്റെ പഴയ ഡ്രസ്. ഇത് സെറ്റ് ആയിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഗോവയിലൊക്കെ പോകാൻ പറ്റുന്ന സാധനം, പക്ഷെ വലിയ രസമില്ല. കുഞ്ഞിന് പറ്റിയതാക്കണം ഈ സാധനം. ഓ മൈ ഗോഡ്, ഇത് പൊളിക്കും കുഞ്ഞു, വേറെ ലെവലിലെ സാധനമായിരിക്കും ഇത്. നമ്മളുടെ അച്ഛനമ്മ സാധനം അങ്ങനെ ഫൈനലി വാങ്ങിയിരിക്കുന്നു. ഹാപ്പി കേട്ടോ. ഇനി ഇതിന്റെ ടോപ്പ് കിട്ടണല്ലോ, ബാഗി ടൈപ്പ് ഉണ്ട്. അപ്പം ഡ്യൂട്ടി ഫസ്റ്റ് ടൈം ആണ് ഫിഷ് കട്ട് വാങ്ങിയത്. നമ്മളിപ്പോ നേരെ എന്താ പറയാ വെസലിലെ പോലെ ഞങ്ങളെ ഗൈസ്. അപ്പം മൊത്തത്തിലൊരു ബിസി ഷെഡ്യൂൾ ഡേയ്സ് നടക്കണം. റിലാക്സ് ചെയ്യുന്ന പീസ്ഫുൾ ആയിട്ട് അവിടെ പോയിരിക്കുന്നത് എന്തൊരു സുഖമായിരുന്നില്ല കുഞ്ഞോടെ. സമാധാനം, ശാന്തി. എനിക്കൊന്നും ഡ്യൂട്ടി ഗിഫ്റ്റിംഗ് മീ സംതിങ് മെന്റെ വില കുഞ്ഞോളെ പെർഫ്യൂം ഇൻടു ദി വേവ്സ് മാമാത്ത്. ഓ കുഞ്ഞു എന്നത് അൺബോക്സ് ചെയ്ത് തരട്ടെ. ഇതില്ലേ നാച്ചുറൽ ഇൻസ്പയർഡ് ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ മൈൽഡ് ആയിരിക്കും, യെറ്റ് സ്മെൽ സോ ഗുഡ്. ചിലതൊക്കെ അടിക്കുമ്പോൾ മൂക്കിൽ അടിച്ചു കയറും, അങ്ങനെയല്ല.
കാണുന്ന ഭംഗി പോലെ തന്നെയാണ് ഇതിന്റെ സ്മെല്ല്. ഞാൻ അടിച്ചു നോക്കി. ആദ്യമായിട്ടാണ് കുഞ്ഞ് എനിക്കൊരു സാധനം ഗിഫ്റ്റ്. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പഠിച്ചാല് വീട്ടിൽ എത്തുന്നവരെ ഈ സംഭവം കൂടെ തന്നെ ഉണ്ടാവും. ഇവർക്ക് അടിക്കാൻ കഴിയില്ല, ഞാൻ എന്റെ അടിക്കട്ടെ. പിന്നെ ഇത് സ്കിന്നിന് സേഫ് ആണ്. ഇത് സർട്ടിഫൈഡ് പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ ഇറിറ്റേഷൻ ഒന്നും വരില്ല സ്കിന്നിൽ അടിക്കുമ്പോ. സോ ഗുഡ്. ശരിക്കും അതെന്റെ കുഞ്ഞു ലൈക്ക് എന്താ പറയാ, നമ്മളെല്ലാം കഴിഞ്ഞ് ഭയങ്കര പീസായിട്ട് ഭയങ്കര കാമായിട്ട് ലൈക്ക് ഒരു ബീച്ചിലൊക്കെ പോയി ഇരുന്നാൽ കിട്ടുന്ന ഒരു ഫീൽ, ഒരു ഭയങ്കര നേച്ചറും ആയിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ആട്ടോ. നല്ല കിടുക്കാച്ച സ്മെല്ല്. റിയലി ലവ് ദിസ്. എനിക്ക് മാത്രല്ല നിന്റെ അടുത്ത് നിൽക്കുന്ന എനിക്ക് വരെ റിലാക്സേഷനും ശരിക്കും ആ ഒരു സ്ഥലത്ത് പോയി എന്തൊക്കെ ഒരു ഫീല്. നല്ല വൈബുണ്ട്, ഭയങ്കര മൈൽഡ് ആയിട്ട് സ്മെല്ലാണ്. ഇത് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിന്റെ വേറൊരു വേരിയന്റ് ആണ് ഇൻടു ദി വുഡ്സ് കേസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ലൈക്ക് എന്താ ശരിക്കും എന്താ പറഞ്ഞാൽ ഒരു എസ്കേപ്പ് ഇൻടു ദി നേച്ചർ എന്ന് വേണേൽ പറയാം. അടിപൊളിയാണ്. ഇറ്റ്സ് റിയലി അമേസിങ് ഗൈസ്. നിങ്ങളോടും പറയണേ അടിപൊളി സ്പ്രേ ആണ്, നിങ്ങൾ ജസ്റ്റ് വാങ്ങി വെക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് താഴത്ത് കൊടുക്കുക, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോളൂ. ഓക്കെ, ഷോപ്പിംഗ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഞങ്ങൾ അങ്ങനെ കാക്കനാട് H&Mലേക്ക് H&M അല്ല, കാക്കനാട് വെസ്റ്റ് സൈഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. നല്ല ബ്ലോക്കാണ്. ലെറ്റ്സ് ഗോ. ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും കുഞ്ഞു? ഞാൻ നോർത്തിൽ പോവും, സൗത്ത് സൈഡ് പോവും, ഈസ്റ്റ് സൈഡിൽ പോവും. ഓക്കെ, വെസ്റ്റിന്റെ ടോപ്പിലാണ് ഇത് മൊത്തം. ബ്യൂട്ടിക്കില്ല, ഇഷ്ടം പോലെ സെലക്ഷൻസ് ഉണ്ട്. കുറച്ചൊരു വൃത്തി ഉണ്ടല്ലേ കാണാന്. അവിടെ ഭയങ്കര സ്റ്റുഡിയോയിലോ കയറി വെക്കി, പക്ഷെ എടുക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര പെട്ടെന്ന് ഇറങ്ങിയ നമ്മൾ പാന്റ് എടുത്തു പോയി. ഞാൻ പറഞ്ഞില്ല രണ്ടെണ്ണം വേണോ, രണ്ടെണ്ണം വേണോ? നോ വേ, നോ വേ, യു ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ്. പാർട്ടിക്ക് പോണോ കുഞ്ഞുവാളെ? കുഞ്ഞു കൂക്കു, പാർട്ടിക്ക് പോണേ 23 വയസ്സാവണം. 23 വയസ്സായാലും പാർട്ടി വാങ്ങി. സൈഡ് ചാടേ. ഞങ്ങൾക്ക് മുകളിലോട്ട് പോവാണ്. മുകളിലാണ് ജെൻസിൻ്റെത്. എനിക്കുള്ള കുറച്ച് യുണീക്ക് സാധനങ്ങൾ എടുക്കാൻ. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടുന്ന് എടുക്കേണ്ടി വരും അല്ലേ? ആ ഭാഗത്തുണ്ട്. അല്ലേ, കൊള്ളാം. ഇവിടെ പിന്നെയും കളക്ഷൻസ് ഉണ്ട്. കുറച്ച് ഹ്യൂജ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഗൈസ് ഇതാക്കണേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ഇതാക്കണം ഇത് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ഒരു അടിപൊളി ഡ്രസ്സാണ്. അതുപോലെ തന്നെ കുഞ്ഞു ഇതാക്കണ ഇങ്ങനത്തെ ഒരു ഡിസൈൻ എടുത്തു തന്നെ. ഇതും അത്യാവശ്യം കൊള്ളാം ഗൈസ്. കണ്ടില്ല, ഇത് നോക്കിയാൽ കാണാം. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, പിന്നെ ഇതാക്കണ ആൻഡ് തേർഡ് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കണ്ട ഈ സാധനം കാണാൻ കൊള്ളാം. അപ്പൊ നമുക്കിത് മൂന്നൊന്ന് ഇട്ട് നോക്കട്ടെ. ഇറ്റ്സ് ഗുഡ് ഗൈസ്. ഗൈസ് താഴത്ത് കമന്റ് ചെയ്ത് എനിക്ക് ചേരുന്നുണ്ടാണ്. ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ അവിടെ വെച്ച്. ഇത് ലൂസാണ് ഗൈസ്, കണ്ടില്ലേ? കുറച്ച് എക്സ്ട്രാ ലൂസാണ്. ഇത് കണ്ടില്ലേ? കുറച്ച് എക്സ്ട്രാ ലൂസാണ്. പിന്നെ ഓഫ് ഷോൾഡർ ആണ് വരുന്നത്. നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണിത്. കുഴപ്പമില്ല ഗൈസ്, ഇതും കൊള്ളാം. എല്ലാം looks good. So yeah, ഇതെടുക്കാം. ഫോട്ടോ നോക്ക്. നീ പോയിട്ട് 30 മിനിറ്റ് ഒന്ന് പോടിയായിരുന്നു. ഷർട്ട് മാറ്റി നോക്ക്, കണ്ടോ? കൊള്ളാം ഗൈസ്. ഞാൻ പറയുന്നു കുഞ്ഞുന് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പെരുന്നാൾ ഇത് നോക്കി, പക്ഷെ ഇത് ടൈറ്റ് നിൽക്കണം. ഇതിന്റെ അപ്പുറത്തൊന്ന് കളർ മാച്ചിങ്ങിൽ ഇതായിരിക്കും കുറച്ചുകൂടി നല്ല കളർ. ഇതാ നല്ലത്. എനിക്കിതാ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. ഇത് വാങ്ങിയാൽ അടിപൊളിയായിരിക്കും, പക്ഷെ അത് എപ്പോഴും ഇടാൻ കഴിയില്ല. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. നോക്കട്ടെ, കുഞ്ഞൊരു വെറൈറ്റി സാധനം കണ്ടുപിടിച്ചു. ഇത് നമ്മളെ ഇവൻ ചെയ്തു തരും. ആരും അറിയോ? നീ ചെയ്യോ? ഇവിടെ ഇങ്ങനത്തെ പൂക്കൾ ഇവിടെ മനസ്സിലായി. അബ്രോഡ്. എനിക്ക് വിശക്കുന്നു സീരിയസ്ലി, എനിക്ക് വിശക്കുന്നു. ഇത് എക്സസ് ഇവൾക്ക് ട്രിപ്പിൾ എക്സ് വേണം എന്നവള് പറഞ്ഞു. അതിനാണ് എന്ത് തിന്നാ പറഞ്ഞത്. ഇത് രണ്ടും സെയിം കളറാണ്. എന്തായാലും വേണം, എനിക്ക് എന്താ കഴിക്കണം, നല്ല വിശപ്പുണ്ട്. രണ്ടാമതെടുത്ത് പാന്റാണ്, ജീൻസ് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം വാങ്ങി. ക്യാരി ബാഗില്ല. അറൗണ്ട് 6000. കുഞ്ഞു കലിപ്പാണ് കേസ്.
കുഞ്ഞ് ഭയങ്കര കലിപ്പാണ്, കാരണം അവള് വിചാരിച്ച ഡ്രസ്സ് വാങ്ങായിട്ട്. ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല ഗൈസ്. ചുരുക്കി 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 ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല. എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കണ്ട, മനസ്സിലാണോ? നിന്റെ ഇഷ്ടമാണ്, പക്ഷെ ആ ഡ്രസ്സ് ഒരു ഭംഗിയില്ല, ഒരുമാതിരി തീരുമാനിക്കണം. ഞാനൊരു ലേറ്റ് കാണാൻ വരുമ്പോ എനിക്ക് കാണണ്ട പറഞ്ഞല്ലോ. വൃത്തികെട്ട അത് ഡ്രസ്സാ. കുഴപ്പമില്ല, ഞാൻ ഇടുന്നത് ഞാൻ പേ ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് എന്താ കുഴപ്പം? ഭയങ്കര ഭയങ്കര കലിപ്പാണ് ഗൈസ് ഡ്യൂട്ടി. നീ പേ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എന്താ പിറുപിറുക്കണേ? നീ പേ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞാണില്ല ഡ്രസ്സില്. എന്ത് നീ പേ ചെയ്യുമ്പോഴല്ലേ കുഴപ്പം? ഞാൻ പേ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എന്താ എടുക്കാൻ ഇത്ര മടി? ഓപ്പൺ ആക്കില്ലേ? ഓപ്പൺ ആക്കില്ലേ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നോക്കി എന്തേന്ന് പറ, എന്തേന്ന് പറയടി? പിടിച്ച് തിന്നോ? കടിക്കോ? ഓണാക്കിനെ കേറിക്കോ. അതല്ലേ പോരുത് സീരിയസ്ലി. എന്താ എന്റെ പ്രശ്നം? എന്താ എന്റെ പ്രശ്നം? നമ്മള് വാങ്ങില്ല കുഞ്ഞ 3000-ഓളം, എത്ര 6000 ഡ്രസ്സ് വാങ്ങില്ലേ? അനക്കതാ 2 ജീൻസ് വാങ്ങി. എന്നിട്ട് എന്താ ദേഷ്യം? എന്താ ഇത്രയും ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഇപ്പോഴും ദേഷ്യോ? നല്ലല്ലോ നിങ്ങളെ ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ട് നോക്കുമ്പോൾ ചെയ്യുന്നേ കള്ളത്തി. ഇതൊക്കെയാ എന്തടി പെറുപെറുക്കണേ? ഡ്യൂട്ടി ഭയങ്കര കലിപ്പിലാണ്, ഭയങ്കര കലിപ്പ്. എന്നാലും ഇങ്ങനെ കലിപ്പാവുന്ന കണ്ടില്ല കേട്ടോ. എന്ത് പറ്റിയാവോ എന്നാ ഉള്ളൊരു ഊള ഡ്രസ്സാ സെലക്ട് ചെയ്തത്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം, അവിടെ പോയി ഓളെ ഫോണിൽ കാണിച്ചു തരാം. ഞാനത് കണ്ട, ഇതാണ് ഡ്രസ്സ്. ഞാൻ ഒന്നുകൂട്ടും ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം. ഈ ഊള ഡ്രസ്സ് വെക്കണ ഇതിന് വേണ്ടിയാണ് അവൾ കളിക്കുന്നത്. ഒരു ഭംഗിയില്ല ഗൈസ്, ചാറ്റ് ചെയ്യും. ഒരു ഭംഗിയില്ല. താഴത്ത് കമന്റ്. ആ ജീൻസ് കൊള്ളാം, അതുകൊണ്ട് എടുത്ത് 2 ജീൻസ് ആൾക്ക് എടുത്തു കൊടുത്ത്. എന്തായാലും ആവട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. എന്തായാലും ഭയങ്കര ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഇപ്പോഴും കലിപ്പിലായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. വീടിന്റെ ടൈറ്റിൽ കലിപ്പിന് തന്നെ ഇടൂ, അത്രേ ഉള്ളൂ.